കണ്ണൂർ വടക്കുംപാട് സ്വദേശി ഗണേശന് വേണ്ടത് വീട്ടിലേക്കൊരു വഴിയാണ്. ഭിന്നശേഷിക്കാരനായ ഗണേശന് റോഡിലേക്ക് എത്തണമെങ്കിൽ മുട്ടിലിഴഞ്ഞ് വേണം പോകാൻ. വീട്ടിലേക്കൊരു വഴി ലഭിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഗണേശന്റെ കുടുംബം. ഗണേശൻ കാത്തിരിക്കുന്നത് വീട്ടിലേക്കൊരു വാഹനം വരുന്ന വഴിക്കു വേണ്ടിയാണ്. ഭിന്നശേഷിക്കാരനായ ഗണേശൻ ആശുപത്രിയിൽ പോകുന്നതും ബഡ് സ്കൂളിൽ പോകുന്നതും ഇങ്ങനെയാണ്. ഗണേശൻ ഈ വഴി ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ണു നിറയാതെ ആർക്കും കാണാനാവില്ല. ഒരു ഓട്ടോ എങ്കിലും പോകാനുള്ള വഴി വേണമെന്നത് മാത്രമാണ് കുടുംബത്തിന്റെ ആവശ്യം. അഭ്യർത്ഥനകളും പരാതികളുമായി പല വാതിലുകളും മുട്ടിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായില്ല. ഞാൻ ഗണേശന്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ പേര് ശ്രീജേഷ് എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് 2 ജോര ജ്യേഷ്ഠന്മാരുണ്ട്. അവർ 26 വർഷക്കാലത്തായിട്ട് മാനസിക വെല്ലുവിളിയുന്ന വ്യക്തികളാണ്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ 4 പേര് കസേരയിൽ ഇരുത്തിയിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഒരു വാഹന സൗകര്യത്തിന് വേണ്ടി ഞാൻ കളക്ടർക്കും സബ് കളക്ടർക്ക് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എങ്ങും ആയിട്ടില്ല. ഒരു സ്ഥലമുടമ മാത്രമാണ് സ്ഥലം വിട്ടു നൽകാൻ ബാക്കിയുള്ളത്. ഇത് ലഭിക്കുകയാണെങ്കിൽ ഗണേശന്റെ ദുരിതയാത്രയ്ക്ക് അറുതിയുണ്ടാകും. നമ്മളിപ്പോൾ പോകുന്ന നടവഴി 2 വ്യക്തിയുടേതാണ്. ഒരു വ്യക്തിക്ക് 3 മീറ്ററും മറ്റേ വ്യക്തിക്ക് 6 മീറ്ററും. 6 മീറ്റർ സ്ഥലമുള്ള വ്യക്തി നമുക്ക് നേരത്തെ തന്നെ റോഡിന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. 3 മീറ്റർ സ്ഥലമുള്ള വ്യക്തി നമ്മളും നാട്ടുകാരും പല രാഷ്ട്രീയക്കാരും നിരന്തരമായി പല പ്രാവശ്യം ചോദിച്ചു. പക്ഷേ ഇയാൾ പണത്തിന്റെ മുഖാണ് പറയുന്നത്. ഞാൻ സ്ഥലം വിട്ടുതരുന്നില്ല, ഒരു ഒറ്റ ദാഷ്ട്യമാണ്. അച്ഛനും അമ്മയും മരിച്ച ഗണേശൻ മാനസിക വെല്ലുവിളി നേരിടുന്ന മറ്റ് 2 സഹോദരന്മാരോടൊപ്പമാണ് താമസം. വിദേശത്തുള്ള സഹോദരൻ ശ്രീജേഷ് മാത്രമാണ് ഏക ആശ്രയം. സഹോദരന്മാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനെങ്കിലും ഒരു വഴി നൽകണമെന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. റിപ്പോർട്ടർ, കണ്ണൂർ.